PM കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവർക്കും അതുപോലെ ക്ഷേമ പെൻഷൻ വാങ്ങുന്നവർക്കുമുള്ള സന്തോഷ വാർത്തയാണ് ഇന്നത്തെ വീഡിയോയിൽ. വീഡിയോ ലൈക്ക് ചെയ്യാനും അതുപോലെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. PM കിസാൻ സമ്മാൻ നിധിയുടെ അറിയിപ്പുകൾക്കും അതുപോലെ ക്ഷേമ പെൻഷൻ അറിയിപ്പുകൾക്കും നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഉപകാരപ്രദമായി ഷെയർ ചെയ്യാനും മറക്കരുത്. PM കിസാൻ സമ്മാൻ നിധിയുടെ 22ാം ഗഡുവായ 2000 രൂപയ്ക്കായി നിരവധി കർഷക ഗുണഭോക്താക്കളാണ് ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. PM കിസാൻ പോർട്ടലിൽ ഭൂമി വിവരങ്ങൾ ചേർത്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടുകൾ ആധാർ കാർഡുമായി ബന്ധിപ്പിച്ചിട്ടുള്ള eKYC പ്രക്രിയ പൂർത്തിയാക്കിയ കർഷകർക്കാണ് പദ്ധതിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത്. കഴിഞ്ഞ തവണ നിരവധി പേർക്ക് 21ാമത്തെ ഗഡു മുടങ്ങിയിരുന്നു. ഇത്തവണ eKYC, ലാൻഡ് സീഡിംഗ്, ആധാർ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിക്കൽ തുടങ്ങിയ കാര്യങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു കാരണം കൊണ്ടാണ് അവർക്ക് തുക മുടങ്ങിയിട്ടുള്ളതെങ്കിൽ ഇപ്രാവശ്യം 4000 രൂപയോളം ഇവർക്ക് അക്കൗണ്ടുകളിൽ എത്തിച്ചേരും. എന്നാൽ മറ്റ് ചില കാരണങ്ങൾ കൊണ്ടും തുക മുടങ്ങിയിട്ടുള്ളവർക്ക് ഇപ്രാവശ്യവും തുക എത്തിച്ചേരാൻ സാധ്യതയില്ല. 2019 ഫെബ്രുവരി 1 ശേഷം ഭൂമിയുടെ ഉടമസ്ഥാവകാശം നേടിയ കർഷകർക്കും അതുപോലെ ഒരു കുടുംബത്തിൽ തന്നെ ഒന്നിലധികം ആളുകൾ PM കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്നുണ്ടെങ്കിൽ അവർക്കും തുക എത്തിച്ചേരില്ല. ഇപ്പോൾ 22ാമത്തെ ഗഡുവിൻ്റെ വിതരണം ആരംഭിക്കാൻ പോവുകയാണ്. eKYC, ലാൻഡ് സീഡിംഗ്, ആധാർ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിക്കൽ തുടങ്ങിയ കാര്യങ്ങൾ പൂർത്തീകരിക്കാത്ത കർഷകർ എത്രയും പെട്ടെന്ന് തന്നെ അവ പൂർത്തീകരിക്കേണ്ടതാണ്. PM കിസാന്റെ 22ാമത്തെ ഗഡുവിൻ്റെ വിതരണം അടുത്തയാഴ്ച ഉണ്ടാകും. 22ാമത്തെ ഗഡു വിതരണം ഫെബ്രുവരി 24-നോ 28-നോ ഉണ്ടായേക്കുമെന്ന് ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. കൃത്യമായ തീയതി അറിയാൻ PM കിസാൻ വെബ്സൈറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക തീയതി വരണം. തുക വിതരണത്തിന് ഒരു 3 ദിവസം മുമ്പൊക്കെ മാത്രമേ PM കിസാൻ വെബ്സൈറ്റിൽ ഇതുമായി ബന്ധപ്പെട്ട തീയതി അറിയിപ്പ് വരികയുള്ളൂ. മറ്റൊരു അറിയിപ്പുള്ളത് സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണം ഫെബ്രുവരി 25-ന് ആരംഭിക്കും. ഇതിനായി 1050 കോടി രൂപ അനുവദിച്ചതായി ധനമന്ത്രി KN ബാലഗോപാൽ കഴിഞ്ഞ ദിവസം അറിയിച്ചിട്ടുണ്ട്. ബാങ്ക് അക്കൗണ്ട് നൽകിയ 26.62 ലക്ഷം പേർക്ക് ബാങ്ക് അക്കൗണ്ടുകൾ തുക എത്തിച്ചേരും. മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി വീട്ടിലെത്തി പെൻഷൻ തുക ലഭിക്കും. 2000 രൂപയാണ് ഈ മാസം പെൻഷൻ തുകയായി ലഭിക്കുക. കേന്ദ്രവിഹിതം ലഭിക്കേണ്ടവർക്ക് അത് വൈകാതിരിക്കാൻ ആവശ്യമായ തുക സംസ്ഥാന സർക്കാർ മുൻകൂറായി അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത്.